ഷെരീഫ്, നമ്മുടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് അതെ അതെ ആദ്യം ഷെരീഫിന്റെ ഒരു പാട്ടോട് കൂടി തന്നെ അങ്ങ് തുടങ്ങാം. ഓക്കെ, റംസാൻ ടൈമാണല്ലോ, അതെ. അതുകൊണ്ട് റംസാൻ പറ്റിയൊരു പാട്ട് പാടാം. ഓക്കെ ഓക്കെ. ഖുർആനിറങ്ങിയ മാസം, കനിവാൽ നിറഞ്ഞ മാസം, അഴകായി വിരിഞ്ഞ മാസം, റമളാൻ വിശേഷമാസം, പുണ്യങ്ങൾ തൻ പൂവിരിയും വർണ്ണമാസം, മാലാഖമാർ മണ്ണിലെത്തും സുഗന്ധമീ മാസം, ഖുർആനിറങ്ങിയ മാസം, കനിവാൽ നിറഞ്ഞ മാസം, അഴകായി വിരിഞ്ഞ മാസം, റമളാൻ വിശേഷമാസം. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്, താങ്ക് യു. സൂപ്പർ. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ? ഓ റെഡി. ഏകദേശം 25 വർഷത്തോളമായില്ലേ ഗൾഫ് ഷോകളിൽ? തീർച്ചയായും തീർച്ചയായും. എന്താണ് അനുഭവം? എന്താണ് നമ്മുടെ ഗൾഫിലുള്ള സഹോദരന്മാരെ കുറിച്ച് പറയാനുള്ളത്? സംഗീതത്തെ ഏറെ, ശ്രീയേട്ടൻ അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, സംഗീതത്തെ അത്രയും സ്നേഹിക്കുന്നവരാണ് പ്രവാസികൾ. എനിക്കൊരുപാട് പോകാൻ സാധിച്ചു, അത് വലിയൊരു ഭാഗ്യം. കാരണം മലബാറിലെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ മാപ്പിളപ്പാട്ട്. അപ്പം മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പ്രവാസികളായിട്ടുള്ളവർ, അവരുടെ ഇഷ്ടമാണ് ഒരുപാട് തവണ പോകാനുള്ള ഭാഗ്യം ഉണ്ടായത്. വലിയ സന്തോഷമുണ്ട്, കാരണം ഇത്രയും വർഷമായിട്ട് പോകാൻ പറ്റുന്നു. കഴിഞ്ഞ ആഴ്ചയും പോയി വന്നു, അത് വലിയൊരു ഭാഗ്യമാണ്. ആദ്യം പോയ ആ യാത്ര ഓർമ്മയുണ്ട്? അതൊരിക്കലും മറക്കൂല, അത് ഭയങ്കര രസകരമായിട്ടുള്ള യാത്രയായിരുന്നു. 97 ഫസ്റ്റ് യാത്ര. ആ ഡേറ്റൊക്കെ ഓർമ്മയുണ്ട്. 1-ാം തീയതി പോയി 10-നാ തിരിച്ചു വരുന്നത്. ഞങ്ങൾ 12 പേരാണ്, മൊത്തം 13 പേരാണ് പോകുന്നത്. അന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് എമിഗ്രേഷൻ പ്രോസസ്സ് ഉണ്ട്. പോകുന്നതിൻ്റെ തലേന്ന് പോയിട്ട് എമിഗ്രേഷൻ എടുക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെ. അത് കോഴിക്കോട് നിന്ന് കിട്ടില്ല, കൊച്ചി തന്നെ പോകണം. അപ്പോൾ ആ 13 പേരിൽ 12 പേരും ഫസ്റ്റ് പോകുന്നതാണ്. ഓർക്കസ്ട്ര 5 പേര്, ഞങ്ങൾ 3 സിംഗേഴ്സ്, പിന്നെ കണ്ണൂർ നൗഷാദിൻ്റെ ബാനറിലാണ് പ്രോഗ്രാം. അങ്ങനെ യാത്രയിൽ എമിഗ്രേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നൗഷാദ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, ട്രിവാൻഡ്രത്താണ് അന്ന് ഫ്ലൈറ്റുള്ളൂ, ഇവിടുന്ന് ഫ്ലൈറ്റുള്ളൂ, ഇവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പോൾ നൗഷാദ് ഹോട്ടലിൽ വിളിച്ച് പറയുകയാണ് ഒരാളുടെ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ലാണ്. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. അതിൽ കൂടെ ഞാനായിരിക്കും, അല്ല നീ ആയിരിക്കില്ല, ഞാനായിരിക്കും. 2 മിമിക്രിക്കാരുണ്ടായിരുന്നു അന്ന്, അനിൽ ബേബി അതുപോലെ പ്രകാശ് പയ്യാനക്കൽ, 2 കാലിക്കറ്റുള്ള 2 നല്ല ആർട്ടിസ്റ്റാണ്. അവരും ഫസ്റ്റാണ് പോകുന്നത്. അവരും അറിയാം വിസ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ആത്മഹത്യ ചെയ്യും, തിരിച്ച് നാട്ടിലേക്കില്ല, വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. സത്യം, അന്ന് അങ്ങനെയാണല്ലോ. നമ്മള് പോകുന്നതും വരുന്ന ആരും അറിയത്തില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് മുമ്പ് എവിടെ ഞാൻ ഗൾഫിൽ പോവാട്ടോ, ഫ്ലൈറ്റിൽ കയറുന്നതും അന്ന് നമുക്ക് കിട്ടുന്ന ഈവൻ മുഖം തുടയ്ക്കാൻ കിട്ടുന്ന ഈ വെറ്റ് പൈപ്സ് ഉണ്ടല്ലോ, അതുപോലും അതിന്റെ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ നമ്മള് ചിലപ്പോൾ നമ്മൾ മുറിക്കത്തില്ല, പോക്കറ്റിലിട്ട് വയ്ക്കും, തിരിച്ച് വന്നിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് എന്തായി? എന്നിട്ട് അവസാന നിമിഷമാണ് അറിയുന്നത് സിബല്ല സദാനന്ദൻ, മൂപ്പര് മുമ്പ് പോയിട്ടുണ്ട്, മൂപ്പരുടെ എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർക്ക് പോകാൻ സാധിച്ചില്ല. ബാക്കി പുതുതായിട്ട് പോകുന്ന 12 പേരും പോയി എന്നുള്ളതാണ്. പക്ഷെ ആ പ്രോഗ്രാം ഒരു വൻ വിജയമായിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് ടിക്കറ്റ് എടുത്താണൊക്കെ പ്രോഗ്രാം ആൾക്കാർ കാണുക. അപ്പോൾ പ്രോഗ്രാം ഒരു ചരിത്ര വിജയമായിരുന്നു, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഷോ ആയിരുന്നു. അന്നത്തെ പാടുന്ന പാട്ടുകളൊക്കെ അന്നത്തെ ആ ഇറങ്ങിയ കാസറ്റിലെ മ്യൂസിക്കൊക്കെ എടുത്ത്, ഒറിജിനൽ മ്യൂസിക്കൊക്കെ എടുത്താണ് അന്ന് പെർഫോം ചെയ്തത്. അന്ന് എനിക്ക് നല്ല ബ്രേക്ക് കിട്ടി. ആദ്യം പാടിയ പാട്ട് ഏതാ അവിടെ? ആദ്യം പാടിയ പാട്ട് എനിക്ക് തോന്നുന്നു ശ്രീയേട്ടൻ പാടിയ, ഞാൻ അന്ന് പാടിച്ച പാട്ടാണ്. ആണോ? ആ പാട്ട് സുബ്ഹാന്റെ മസ്ജിദിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. 2 വരി ശ്രീയേട്ടൻ പാടിയതാണ്, പിന്നെ ഞാനാണത് പാടിച്ചത് 25 വർഷം മുമ്പ്. അങ്ങനൊരു ഉണ്ട്. അസ്സലാത്തു ഖൈറും മിനന്നൗം, അസ്സലാത്തു ഖൈറും മിനന്നൗം, സുബ്ഹാന്റെ മസ്ജിദിൽ സുബഹി ബാങ്കുയരുമ്പോൾ സുജൂദ്
ചെയ്യുവാൻ തൗഫീഖ് ഏകല്ലാൻ. സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുവാൻ ഹക്കവനെ എന്നെ തുണച്ചിടണേ. ഇപ്പൊ ഓർമ്മ വന്നു. അതൊരു തമാശയുണ്ട് ആ പാട്ടിൽ. രസകരമായിട്ടുള്ളൊരു കഥയുണ്ട് അതിൻ്റെ പിന്നിൽ. ആ പാട്ട് കമ്പോസ് ചെയ്യാണ് നൗഷാദ് ഇരുന്നിട്ട്. അപ്പം റെഫറൻസ് ആയിട്ട് വെച്ചത് വേറൊരു ഭക്തിഗാനമാണ്. ഇത് വളരെ രസമുള്ളതാണ്. അത് ആ കാലത്ത് ഇറങ്ങിയ എനിക്ക് ഓർമ്മയുണ്ട്. സുദർശനം എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ ആ പാട്ട് പാടിയത്. എനിക്ക് അതിന്റെ വരിയൊന്നും അത്ര ഓർമ്മയില്ല. പക്ഷെ അത് വെച്ചാണ് ഈ പാട്ട് ചെയ്തത്. പക്ഷെ ആർക്കും മനസ്സിലാവില്ല എന്നുള്ളത്. അത് പാട്ട് എങ്ങനെയാന്ന് വെച്ചാല്, ഹരേ കൃഷ്ണ തുളസീധര ജഗദീശ്വര താമര കണ്ണനെ കണി കാണണം കൃഷ്ണ. അതില് താലിയും മാലയും അണിഞ്ഞിടണം. ആ നോട്ടെടുത്തിട്ട് സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുവാ. രണ്ട് ഡിവോഷനിൽ ഹിന്ദു ഭക്തിഗാനം മുസ്ലിം ഭക്തിഗാനാക്കി. അതുപോലെ ഹക്ക അങ്ങനെയാണ് നോട്ടല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുക അത് താരനാക്കി. അതുപോലെ ഹരേ അത് അസ്സലാത്തു ഖൈറും അതാണ്. അത് അവിടെ നിന്ന് പാടുന്ന സമയത്ത് എല്ലാവരും പറയും അത് മോളിൽ നിന്ന് തന്നെ പാടിക്കോളൂ, താഴെ നിന്ന് വരണ്ട. അപ്പൊ കൾച്ചർ അങ്ങനെ മാറി അങ്ങനെയാണ് അത്. പക്ഷെ അത് സംഗീതത്തിൽ വേറൊരു കാര്യമുണ്ട്. സംഗീതത്തിലെല്ലാം ഒന്നല്ലേ? അല്ലേ, 7 സ്വരങ്ങള് എല്ലാവർക്കും ഒന്നേ ഉള്ളൂ സംഗീതത്തിൽ. അതെ, ശ്രീയേട്ടൻ അത് ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. ഭയങ്കര ഹിറ്റായിരുന്നു. നല്ല ഹിറ്റ് ഓർമ്മയുണ്ട്. അപ്പൊ ഞാനിപ്പോ ആലോചിക്കുകയാണ്, ഒരു ദിവസം 7 പാട്ടോ. ഇപ്പൊ ഒക്കെ മാക്സിമം ഒരു ദിവസം 2 പാട്ടൊക്കെ പാടാം. അതെ അതെ, മാക്സിമം. ശ്രീയേട്ടൻ നല്ല സമയമല്ലേ, 25 വർഷം അല്ലേ? 25. ശ്രീയേട്ടൻ ഇങ്ങനെ പറന്ന് പാടുന്ന സമയമാണ്. എന്തായാലും അങ്ങനെയൊക്കെ പാടാൻ കിട്ടിയൊരു ഭാഗ്യം.